ഈ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ മാമൻസ് ഡേയും കൂടെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ പരിചയമുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഹസ്ബൻഡ്സിൽ ഭാവന അവളുടെ കുഞ്ഞമ്മയെ പറ്റി പറയുന്ന പോലെ ഞാൻ എൻ്റെ മാമനെ പറ്റി പറയുന്നത്. എന്ത് പറഞ്ഞാലും ആദ്യം തന്നെ മാമന്റെ കാര്യം പറയണം. അതുപോലെ തന്നെ മാമനും അന്നും ഇന്നും എന്നും എൻ്റെ ഹീറോ തന്നെയാണ്. ഈ സൂര്യന് കീഴിലുള്ള എന്തിനെപ്പറ്റി എനിക്ക് സംശയം ഉണ്ടെങ്കിലും ആദ്യം എൻ്റെ കോള് പോകുന്നത് മാമനായിരിക്കും. അത് മാമൻ എനിക്കും എൻ്റെ അനിയനും തന്നിട്ടുള്ള കെയർ കൊണ്ടാവാം. എനിക്കൊരു 6 വയസ്സുള്ളപ്പോൾ നാട്ടിൽ നിന്ന് പോയ ആളാണ് മാമൻ. എന്നിരുന്നാലും എല്ലാ മാസം വരുന്ന കത്തുകളുടെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേകം കത്തുണ്ടാവും. ഇതിൽ മിട്ടുമോയിലിന്റെ ഒരു കഥയും ഞങ്ങളുടെ രണ്ടുപേരുടെയും മാമൻ വരച്ചൊരു പടവും നിർബന്ധമാണ്. മാമൻ കൊണ്ടുവന്നിട്ടുള്ള പല കളറിലുള്ള പെൻസിലും പല ഷേപ്പിലുള്ള ബോക്സും ഒക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഭയങ്കര ഗമയിലാണ്. വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞ് വേറൊരു നാട്ടിൽ വന്നിട്ടും ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന മാമന്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോയ ഫീലിംഗ് തന്നെയാണ്. മാമനും മാമയും എനിക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പലരും കള്ളാന്നാ വിചാരിക്കുക. പിന്നെ ഒരു മാമൻ ഇത്രയൊക്കെ ചെയ്യല്ലേ എന്നാണ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ എന്തിനാ മാമൻ ഇങ്ങനെ പൊക്കി പൊക്കി പറയണേന്നല്ലേ, ചുമ്മാ ജസ്റ്റ് വാണ്ടഡ് ടു സേ ഇറ്റ്.